ഇലക്ട്രോണിക്സ് എനിവെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുണ്ടോ? അപ്പോൾ ഇന്ന് നമുക്ക് ശരിയാക്കാനുള്ളത് പ്രിൻസ് എന്നും പറഞ്ഞു ഫിലിപ്സിൻ്റെ റേഡിയോയാണ്. കണ്ടോ, മൊത്തം പൊടിയും പടലങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്കത് വൃത്തിയായിട്ട് തന്നെ ശരിയാക്കിയെടുക്കണം. അപ്പോൾ നിങ്ങൾ ആദ്യാവസാനം വരെ ഇത് കൃത്യമായിട്ട് കാണുക, എങ്കിൽ മാത്രമേ നമുക്കിത് എന്താണ് ഞാൻ ചെയ്യുന്നതെന്നും മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, ഇത് ആദ്യം തന്നെ നമുക്കൊന്ന് അഴിക്കാം. അഴിച്ചതിന് ശേഷം ഇതിൻ്റെ എന്തൊക്കെയാണ്, അപ്പോൾ ഇത് നമുക്ക് അഴിക്കാം. ഈ ചില സ്ക്രൂവൊക്കെ അഴിക്കാൻ വളരെ പാടായിരിക്കും, വേറൊന്നുമല്ല, എല്ലാം തുരുമ്പായിട്ട് ഇരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളത് ചിലതൊക്കെ നമ്മൾ പൊട്ടിച്ചെടുക്കേണ്ടി വരും. സൈഡ് സോൾഡറിങ് ആണ് വെച്ചിട്ട് പയ്യെ ഇളക്കിയെടുക്കേണ്ടി വരും. ചിലത് നമുക്ക് നല്ല രീതിയിൽ അഴിച്ചെടുക്കാൻ പറ്റും. ഫ്രണ്ട്സ്, കൊണ്ട് ഇന്നത്തെ എന്തുമാത്രം പൊടിയാണെന്ന് നോക്കി. കണ്ടോ, പൊടി മൊത്തം പൊടിയാണ്, സകലമാന പൊടികളും ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ പൊടിയൊക്കെ അടിച്ച് നല്ല ക്ലീൻ ആക്കിയിട്ട് നമുക്കിത് വർക്കാക്കി നോക്കാം. അപ്പോൾ ഇതിൻ്റെ പുറം കവർ നമുക്ക് തൽക്കാലം അഴിച്ച് മാറ്റി വയ്ക്കാം. കാരണം നമ്മൾ റിപ്പയർ ചെയ്യുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്, ഈ പുറം കവർ. അപ്പോൾ ആദ്യം ഈ ബോർഡ് കൂടെ ഒന്ന് ഇളക്കാം. ഇളക്കി ബോർഡ് മൊത്തത്തിൽ അങ്ങ് ഇളക്കാം. എന്നിട്ട് കവർ നമ്മൾ സെപ്പറേറ്റ് പൊടിയടിച്ച് വൃത്തിയാക്കിയാൽ മാത്രം മതിയാവും. അപ്പം നമ്മളിങ്ങനെ അഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. വേറൊന്നുമല്ല, നമ്മൾ അഴിക്കുമ്പോൾ ഈ ഡയലി കെട്ടിയേക്കുന്ന സാധനം ഉണ്ടല്ലോ, അതൊന്നും പോകാതെ നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഇതൊക്കെ തുരുമ്പായി, നല്ല രീതിക്ക് തുരുമ്പായിട്ടുണ്ട്. പൊടി മൂലം കമ്പോണൻ്റ് ഒന്നും തന്നെ കാണാനില്ല സത്യത്തിൽ. കണ്ടോ, ചിലപ്പോൾ ഒരു വളരെ ചെറിയ രീതിയിലുള്ള കംപ്ലൈൻ്റ് ആയിരിക്കും, ചിലപ്പോൾ അതും പറയാൻ പറ്റത്തില്ല. കാരണം എന്താണ് കൃത്യമായിട്ടുള്ളത് നമ്മൾ നോക്കണം. പ്രിൻസിൻ്റെ റേഡിയോ ആണ്, നല്ല നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, അപ്പോൾ ഇത് ഇളക്കുമ്പോൾ ചെറിയ രീതിയിൽ പയ്യെ ഇളക്കണം, വിട്ടു പോകാത്ത വിധത്തിൽ. കണ്ടോ, ഇത് നമുക്ക് ഈ കൺട്രോളോടെ അഴിക്കണം. അപ്പോൾ ഈ കൺട്രോളൊക്കെ അഴിക്കാൻ ചെറിയ നോസ് പ്ലെയറാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇങ്ങനെ ഒരു വിശദമായ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചത്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒത്തിരി പേര് അഭിപ്രായപ്പെട്ടു, അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ വീഡിയോ വെച്ചിട്ട് ലെങ്തി ആവും. അപ്പോൾ എല്ലാവരും അഭിപ്രായത്തിൽ അത് കുഴപ്പമില്ലെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ആണ് വീഡിയോ വെച്ചിട്ട് കൂടിയാലും കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും കാണുന്ന വിധത്തിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഇവിടെ ഒരു LED ഇൻഡിക്കേറ്റർ ഉണ്ട്, നമുക്ക് അതുകൂടെ ഒന്ന് അഴിക്കേണ്ടതുണ്ട്. സ്ക്രൂ കൃത്യമായിട്ട് തന്നെ നമ്മൾ എടുത്ത് വയ്ക്കണം. ചെറിയ സ്ക്രൂ ഉണ്ട്, വലുതുണ്ട്, അതെല്ലാം കൃത്യമായിട്ട് എവിടെയാണെന്നുള്ളത് നമ്മൾ ഓർത്ത് വയ്ക്കുക. അതെല്ലാം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ മൊബൈലിനകത്ത് ഒന്ന് എടുത്ത് വെച്ചാൽ മാത്രം മതി. മൊബൈലൊരു ഫോട്ടോ എടുക്കുക, അപ്പോൾ കൃത്യമായിട്ട് അറിയാൻ പറ്റും. തൽക്കാലം നമുക്ക് ഈ സ്പീക്കറിൻ്റെ കണക്ഷൻ മാറ്റിയിടാം, എടുക്കാം. കാരണം ഈ സ്പീക്കർ മാറ്റിയിട്ട് നമുക്ക് നോക്കാം. കാരണം സ്പീക്കർ മാറ്റാനില്ല, സ്പീക്കർ കംപ്ലൈൻ്റ് ആണ്, അതുകൊണ്ടാണ്. സ്പീക്കറെല്ലാം പോയിരിക്കുന്നുണ്ട്, പൊടിഞ്ഞ് പോയിരിക്കുകയാണ്. വേറെ സ്പീക്കർ പകരം വെച്ചെങ്കിലേ പറ്റത്തുള്ളൂ. ഓക്കെ, കാണാൻ പറ്റും സ്പീക്കർ ഹോളൊക്കെ വീണിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് മാറ്റണം. തൽക്കാലം നമുക്കിത് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പിന്നീട് അത് ക്ലീൻ ചെയ്തെടുത്താൽ മതി. നല്ല ഭംഗിയായിട്ട് ഇതൊന്ന് തുടച്ചുകൊണ്ട് വരാം. അതിനുശേഷം നമുക്ക് നോക്കാം, കണക്ഷനൊക്കെ ഒന്ന് കൊടുത്തിട്ട് നോക്കാം ഇത് വർക്ക് ചെയ്യുന്നതിൻ്റെ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഏകദേശം പൊടിയൊക്കെ നമ്മൾ അടിച്ച് കളഞ്ഞിട്ടുണ്ട്, പൊടിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് കണക്ഷനൊക്കെ കൊടുത്തിട്ട് ഇത് ഒന്ന് ഓണാക്കി നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് അഡീഷണലായിട്ട് നമ്മൾ സ്പീക്കറിലോട്ടൊന്ന് കണക്ഷൻ കൊടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്,
ഇത് ഓണാക്കിയിട്ടുണ്ട്. സ്പീക്കറിൽ നിന്ന് സൗണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ബാൻഡ് സ്വിച്ച് നിൽക്കുക. സ്റ്റേഷൻ വെള്ളം കിട്ടുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. സ്റ്റേഷനൊന്നും കിട്ടുന്നില്ല. ഇത് മൊത്തം തുരുമ്പുമാണ്. അങ്ങനെയൊന്നുമില്ലത്. അപ്പോൾ ആദ്യം നമുക്കൊന്ന് ജസ്റ്റ് സ്വിച്ച് ക്ലീനിങ് ഓയിൽ ഒഴിച്ചു കൊടുത്ത് നോക്കാം. ചിലപ്പോൾ ഒരു പക്ഷേ വർക്കാവും. അതിനുശേഷം നമുക്ക് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഭയങ്കര ടൈറ്റാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി എന്ന് പറയുമ്പോൾ ഈ സൈഡിലായിട്ടൊരു ബോളുണ്ടല്ലോ, അങ്ങനെ ടൈറ്റുള്ള സമയത്ത് ഈ ബോളൊന്ന് അകത്തോട്ട് അമക്കി കൊടുക്കുക. എന്നിട്ട് ഇടുക. അത് മൊത്തം തുരുമ്പ, അതുകൊണ്ടാണ്. ഇത് FM മോഡിലാണ് കിടക്കുന്നത്. നമുക്കൊന്ന് ആൻറ്റിന കൊടുത്ത് നോക്കാം. FM-ലും ഒന്നും തന്നെ കേൾക്കുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് AM-ൽ എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ എന്ന് നോക്കാം. AM-ൽ ഒന്നും തന്നെ കേൾക്കുന്നില്ല. FM-ഉം AM-ഉം ഒന്നും കിട്ടുന്നില്ല. മെയിനായിട്ടുള്ള റീസൺ ബാൻഡ് സ്വിച്ച് കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും ബാൻഡ് സ്വിച്ച് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ കൂടുതലായിട്ട് ഒരു കാര്യമുണ്ട്. എന്താണ് ഈ സോൾഡറിങ് ഒക്കെ ഇച്ചിരി മോശമാണ്. എവിടെയെങ്കിലും സോൾഡറിങ് വിട്ടുണ്ടോ എന്ന് നമ്മൾ കൃത്യമായിട്ട് നോക്കണം. അവിടെയൊക്കെ ഒന്ന് നല്ല രീതിയിൽ സോൾഡറിങ് ചെയ്യണം. സോൾഡർ ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ വർക്ക് ആയിക്കോളും. അതല്ല നമ്മളിപ്പോൾ ഈ ബാൻഡ് സ്വിച്ച് മാത്രം പിന്നെ ക്ലീൻ ആക്കിയിട്ട് ഇട്ടാലും ചിലപ്പോൾ ഈ സോൾഡറിങ് പൊടിഞ്ഞിരിക്കുന്നുണ്ട് തന്നെ കാലക്രമത്തിൽ ഇത് വീണ്ടും കംപ്ലൈൻറ്റ് ആകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഇതെല്ലാം അങ്ങ് നല്ല ഭംഗിക്ക് അങ്ങ് സോൾഡർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ബാൻഡ് സ്വിച്ചും ക്ലിയർ ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്കിത് മൊത്തത്തിലൊന്ന് സോൾഡർ ചെയ്യാം. അപ്പോൾ ആദ്യം ഒരു കാര്യം കൂടെ പറഞ്ഞു തരാം. ഇത് ഈ റേഡിയോയുടെ സെക്ഷനായിട്ട് ഇത് ഓസിലേറ്റർ കോയിലാണ്. മീഡിയം വേവിൻ്റെ ഓസിലേറ്റർ കോയിൽ, അതുപോലെ തന്നെ ഇത് ഷോർട്ട് വേവിൻ്റെ ഓസിലേറ്റർ കോയിൽ, ഇത് ഷോർട്ട് വേവിൻ്റെ ആൻറ്റിന കോയിലാണ്. ഇത് മീഡിയം വേവിൻ്റെ ആൻറ്റിന കോയിൽ. അപ്പോൾ ഇവിടെ നിന്നാണ് ചില സെറ്റിനകത്തൊക്കെ ഇതിന് ലൂപ്പ് കൊടുത്തിട്ടുണ്ടാവും. ഇതിപ്പോൾ നേരിട്ട് ആൻറ്റിനയിലോട്ട് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ആൻറ്റിന കണക്ഷനിലോട്ട് തന്നെയാണ് കൊടുത്തേക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ടുണ്ട്, കണ്ടോ? അവിടെ ജമ്പറിട്ട് സ്വിച്ച് വഴിയാണ് അത് പോകുന്നത്. ഓക്കെ, പിന്നെ ഇത് ഓഡിയോ IC ആണ്. ഇതിൻ്റെ RFIC എന്ന് പറയുമ്പോഴത്തേക്കും ഈ കാണുന്നതാണ്. ഇതാണ് RF സെക്ഷനിലെ. ഇത് ഓഡിയോ സെക്ഷനിലെ IC. പിന്നെ ഇതുണ്ട് ഫിൽറ്ററാണ്. അതായത് സെറാമിക് ഫിൽറ്ററാണ്. അത് ഷോർട്ട് വേവിന് അതായത് AM-ന് വേണ്ടിയിട്ടുള്ളതാണ്. FM-ന് വേണ്ടിയിട്ടുള്ള ഫിൽറ്റർ ഞാൻ കാണിച്ചു തരാം. ഇതുണ്ട് FM-ന് വേണ്ടിയിട്ടുള്ള ഫിൽറ്റർ ഇവിടെ ഉണ്ട്, കണ്ടോ? അപ്പോൾ ഇത്രയാണ് സംഭവങ്ങൾ. അപ്പോൾ ഇതിന് നമുക്കിത് ഈ ഓഡിയോ സെക്ഷൻ തന്നെ ആദ്യം നമ്മൾ സോൾഡർ ചെയ്യാം. ഇളക്കാനായിട്ട് അതിൻ്റെ ലഡെല്ലാം കളഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് 2 തരത്തിൽ ഉപയോഗിക്കും. ഒന്നിൽ ബ്രഷ് വെച്ച് നമ്മളിങ്ങനെ ചിരണ്ടി കളയും. അത് വീഡിയോ ഒത്തിരി ലെങ്താവും എന്നുള്ളൊരു ഇതുകൊണ്ടാണ് ഞാനത് ഇതിനകത്ത് ഉൾപ്പെടുത്താഞ്ഞത്. അപ്പം ഇനി അത് നമുക്ക് ഇളക്കിയെടുക്കണം. ഇളക്കിയെടുത്ത് നമുക്ക് ക്ലീൻ ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, പ്ലക്കറോ ഉണ്ടെങ്കിൽ എളുപ്പമാണ്. കണ്ടോ, നമ്മൾ ഇളക്കിയെടുത്തിട്ടുണ്ട്. മൊത്തം തുരുമ്പാണ്. ഇത് അതൊക്കെ ഒന്ന് വൃത്തിയായിട്ട് എടുത്തു കഴിഞ്ഞാൽ പറ്റുമെന്നുണ്ടെങ്കിൽ, ഒത്തിരി തുരുമ്പാണെങ്കിൽ ഈ ബോൾ കൊള്ളത്തില്ലെങ്കിൽ വേറെ ബോൾ ഇട്ടാൽ മതി. അപ്പോൾ റെഡി ആയിക്കോളും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാം. നമ്മൾ ഈ ബാൻഡ് സ്വിച്ച് ഇളക്കിയിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ ഒരു പാട് ഏതെങ്കിലും ഒരു വശം തിരിയാതിരിക്കാൻ വേണ്ടിയാണ്. ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കത്തില്ല. അതിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ ഒരു പാട് ഇവിടെ ഇട്ടേക്കുക, കാണാമല്ലോ, കോൺട്രിബ്യൂട്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് തിരിച്ച് സെറ്റ് ചെയ്യാൻ നേരത്ത് എളുപ്പമാണ്. ഓക്കെ, നമ്മൾ ഇളക്കിയിട്ടുണ്ട്. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇളക്കി എടുക്കുമ്പോൾ ശ്രദ്ധിച്ചെടുക്കുക. ഉണ്ടോ, അത്
ക്ലാവ് പിടിച്ചിരിക്കുന്നുണ്ട്. ഈ ക്ലാവ് പിടിച്ചേക്കുന്നത് ക്ലീൻ ചെയ്താൽ മാത്രം മതി. ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനകത്ത് ചെറിയ രീതിയിൽ ഒരു പാട പോലെ ഗ്രീസ് ഇതിനകത്ത് തേച്ച് കൊടുക്കണം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പം നമ്മുടെ സാധനം ശരിയാവും. മറ്റൊന്നുമില്ല, നമ്മൾ ഇതൊക്കെ അരം വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് നമ്മളിത് ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മൾ ഇട്ടാലും ഈ വായുവായിട്ടുള്ള സമ്പർക്കം ഉള്ളതുകൊണ്ട് വീണ്ടും ക്ലാവ് പിടിക്കാൻ എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ചെയ്തതിന് ശേഷം ശകലം ഗ്രീസ് ഇങ്ങനെ തൂത്ത് കൊടുക്കുക. ഓക്കെ, വേണ്ടേ? ഇത് കണ്ടോ, നമ്മൾ ഈ സാധനം കണ്ട, ഈ മുക്കോണരം ചെയ്താണ്ട് ഇതിനകത്തോട്ട് ആയി കഴിഞ്ഞാൽ മതി. അപ്പോൾ അതിൻ്റെ അഴുക്കും ക്ലാവും എല്ലാം അങ്ങ് പൊക്കോളും. എന്നിട്ട് ഇതും ഈ മുക്കോണരം വെച്ച് കണ്ട ഇങ്ങനെ പിടിക്കുക. കണ്ടോ, എല്ലാ സൈഡും ഇതുപോലെ രാഗി എടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ക്ലാവ് അങ്ങ് പോവും. ഇത് പിച്ചളയില്ല സാധാരണ ഇത് ചെയ്യുന്നത്, ഇതും അതുപോലെ തന്നെ പിച്ചളയിൽ. കണ്ടോ, അത് മൊത്തം അഴുക്കാം. അത് ഈ പറഞ്ഞ പോലെ ഈ മുക്കോണരം വെച്ച് മാത്രം രാഗിയാൽ മതി. കണ്ടോ, അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഇത് നമ്മൾ അരം വെച്ച് രാകുമ്പോൾ നല്ലപോലെ അമക്കി പിടിച്ചിട്ട് വേണം. അതല്ലെങ്കിൽ ഇത് അകന്ന് പോയി കഴിഞ്ഞാൽ കറക്റ്റ് കോണ്ടാക്റ്റ് വരുത്തില്ല. ഓക്കെ, അപ്പോൾ അത് ശരിയായിട്ടുണ്ട്. ഇനി കണ്ടോ, ഇതും അതേപോലെ തന്നെ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും ശരിയായിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു നേർത്ത പാട പോലെ ഇതിൻ്റെ മുകളിൽ ഗ്രീസ് പുരട്ടി കൊടുക്കും. ഒരു ശകലം, ഒത്തിരി ഇടരുത്, വളരെ നൈസായിട്ട്. കാരണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വായുവായിട്ട് സമ്പർക്കം വരുമ്പോഴാണ് ഇതെല്ലാം ക്ലാവ് പിടിക്കുന്നത് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ചെയ്ത് കഴിയുമ്പോൾ ഒരു കാരണവശാലും ഒരു കുഴപ്പമില്ല. ഈ ഗ്രീസ് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ ഗ്രീസ് ഇടരുത്. ഈ ഇഞ്ചിനൊക്കെ ഉപയോഗിക്കുന്ന ഗ്രീസുണ്ട്, വളരെ ചെറിയ ഇതില്ല, അതേപോലത്തെ ഗ്രീസ് ഇടാമെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതാകുമ്പോൾ ഒരു കുഴപ്പമില്ല, നല്ല ക്ലീൻ ആയിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അതുകൊണ്ട് ഗ്രീസുണ്ട്. വളരെ കട്ടി കുറച്ച് ഇടാവുള്ളൂ. വളരെ ഇത് ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ടെങ്കിലും അത് നിങ്ങൾ കാണിക്കാൻ വേണ്ടി മാത്രമാണ്. കണ്ടോ, വളരെ നൈസായിട്ട്. അതുപോലെ ഈ സൈഡിലും അതിൻ്റെ അകത്തും ചെറുതായിട്ട് പുരട്ടുക. പ്രവർത്തനം അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ടോയ് മോട്ടറൊക്കെ നിങ്ങൾ അഴിച്ചു നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അവിടെ നമ്മുടെ ബ്രഷ് കമ്മ്യൂട്ടറേറ്ററുമായിട്ട് മുട്ടുന്ന സ്ഥലത്ത് ഈ പറഞ്ഞ പോലെ ഗ്രീസ് പുരട്ടിയേക്കുന്നത് കാണാം. അതും ഇതേ പ്രവർത്തന തത്വത്തിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് സ്പാർക്കായി അവിടെ ക്ലാവ് പിടിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത് ശരിയായിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇതുണ്ട്, നേരെ ഇതിലോട്ട് പിടിപ്പിച്ചാൽ മാത്രം മതിയാവും. നമ്മുടെ കണ്ടോ, ഇതിൽ ഗ്രീസ് ശകലം ഇട്ടിട്ട് വെച്ചാൽ മതി. അതിന് മുമ്പായിട്ട് കണ്ട ഇത് മൊത്തം തുരുമ്പാണ്. അത് നമുക്ക് കണ്ട ഈ ഫയൽ ഉപയോഗിച്ചിട്ട് കണ്ട ഇങ്ങനെ വൃത്തിയാക്കാവുന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ പെയിൻറ്റോ എല്ലാം ചെറിയതായിട്ട് പെയിൻറ്റോ വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ തുരുമ്പ് പോവുകയും ചെയ്യും. പിന്നെ തുരുമ്പ് പെട്ടെന്ന് പിടിക്കത്തുമില്ല. അങ്ങനൊരു ഗുണമുണ്ട്. കണ്ടോ, അല്ലെങ്കിൽ ഏറ്റവും നല്ല ഇച്ചിരി ക്യൂടെക്സ് വല്ലതും ഉണ്ടെങ്കിൽ ക്യൂടെക്സ് വെച്ച് അടിച്ചാലും മതി. ഇനി നമുക്ക് ഇതാണ്ട് ഈ സ്പ്രിങ് വളരെ ശ്രദ്ധിക്കണം. ആ ബോൾ പോകരുത്, ബോളും. കാരണം ഇത് അഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാൻഡ് സ്വിച്ച് കറക്റ്റായിട്ട് വീഴാൻ ഇച്ചിരി ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അത് അഴിക്കുന്നത്. കണ്ടോ, നോക്കിക്കഴിഞ്ഞാൽ കാണാം രണ്ട് ബോൾ കാണണം. ഓക്കെ, കണ്ടോ, അതൊന്ന് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതേപോലെ തന്നെ ഈ സൈഡിലും ഉണ്ട്. നമുക്കത് സുരക്ഷിതമായിട്ട് വയ്ക്കാൻ ഏറ്റവും എളുപ്പമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാന്തത്തിലോട്ട് വയ്ക്കുക എന്നുള്ളതാണ്. കണ്ടോ, കാന്തത്തിലോട്ട് വയ്ക്കുക. അത് വെച്ചാൽ അത് പെട്ടെന്ന് പോകത്തില്ല, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. പിന്നെ വേണ്ട ഈ സൈഡിലും ഉണ്ട്, അതോടെ ഇറക്കി എടുക്കണം. കണ്ടോ, അതിനകത്തും ചെറിയ രീതിയിൽ തുരുമ്പുണ്ട്. അതും
വൃത്തിയായിട്ട് വെക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇതിനകം നോക്കി, ഇതിനകം വെച്ചിട്ട് പിന്നെ തുരുമ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ അതിനകമൊക്കെ ഒന്ന് അരക്കിനിട്ടായി കൊടുക്കുക. കാരണം അപ്പോൾ ബാൻഡ് സ്വിച്ച് നല്ല ഭംഗിയായിട്ട് തന്നെ വർക്കാവും. പണ്ട കാലത്തൊക്കെ ആണെങ്കിൽ ബാൻഡ് സ്വിച്ചൊക്കെ കിട്ടും, ഇപ്പോൾ വളരെ കിട്ടാൻ തന്നെ ഇല്ല സാധനം. അപ്പോൾ അതണ്ട വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു ശകലം ഗ്രീസ് എല്ലായിടവും ഒന്ന് പുരട്ടിയേക്കാം. അത് നല്ലതാണ്, കാരണം തുരുമ്പ് എടുക്കത്തില്ല. അതുപോലെ തന്നെ പെട്ടെന്ന് ഇത് വർക്ക് ചെയ്യാനും എളുപ്പം. ഒരു ശകലം ഗ്രീസ് ഇട്ട് വെച്ചേക്കാം. പിന്നെ അതിനകത്തോട്ട് ഒരു സ്പ്രിങ് ഇടണം. പിന്നെ അതിൻ്റെ മുകളിലാണ് നമ്മുടെ ഇതുണ്ട്, ഈ സ്പ്രിങ്ങാണ്. സ്പ്രിങ് ഇടാം. അതിന് ശേഷം ഒരു ശകലം ഗ്രീസ് നമുക്ക് പുരട്ടി കൊടുക്കാം. പിന്നെ അടുത്തത് ഈ ബോള് ഇടുക എന്നുള്ളതാണ്. അപ്പോൾ ഇടാൻ നേരത്ത് വളരെ ശ്രദ്ധിക്കണം, കാരണം സ്പ്രിങ് ഒരു കാരണവശാലും തെറിക്കരുത്. ഈ ഗ്രീസ് ഇട്ടതിൻ്റെ ഉദ്ദേശം അത് തന്നെ. സ്പ്രിങ് ഇട്ട് കഴിഞ്ഞിട്ട് ഗ്രീസ് ശകലം പുരട്ടാവുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചീത്തയായി പോകത്തില്ല. കണ്ടോ, ഇങ്ങനെയാണ് അതിൻ്റെ ഇത് വരുന്നത്. കണ്ടത് പയ്യ വളരെ എളുപ്പം. നമ്മൾ ഗ്രീസ് ഇട്ടുള്ള ഗുണം അതാണ്. കണ്ടോ, നല്ല രീതിയിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ കണ്ടോ, ഇത് ഓരോന്നോരോന്നായിട്ട് ഇതിനകത്തോട്ട് പിടിപ്പിക്കണം. ഇങ്ങനെ നോക്കി വയ്ക്കണം. വ്യത്യാസം വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്, കണക്ഷൻ ശരിയാകത്തില്ല. നമ്മുടെ ബാൻഡ് സ്വിച്ച് വളരെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ. അപ്പോൾ ഇനി നമ്മുടെ ഇതിൻ്റെ സൈഡിൽ ഇതുണ്ട്, ശ്രദ്ധിച്ച് ഇതങ്ങോട്ട് ഇടുക. കണ്ടോ, ആ വെട്ട് കണ്ടോ, കണ്ടാൽ കാണാൻ പറ്റും. അത് നമ്മൾ കറക്റ്റായിട്ടാണ് വെച്ചേക്കുന്നത്. ഇനി ഓരോ സൈഡും വളരെ ശ്രദ്ധയോടു കൂടി നമുക്കിത് മുറുക്കേണ്ടതുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് വേണം അത് ചെയ്യാനായിട്ട്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നുണ്ടോ, ഈ ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ച് അത് എല്ലാ സൈഡിൽ നിന്നും അത് കൃത്യമായിട്ട് തന്നെ ഇടുക. ഇനി ഈ സൈഡാണ്. ഓക്കെ, ഇത് നമുക്ക് ഇവിടെ നടുക്കുണ്ട്, ഇത് നടുക്കായിട്ടുണ്ട്. ഇനി ഈ സൈഡിലത് ഇവിടെ. ഇനി കാലൊക്കെ ചെറുതായിട്ടൊക്കെ വളഞ്ഞിരിപ്പുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മൾ നൂത്തെടുക്കണം. എല്ലാം ലെവലായിട്ട് എടുക്കുക. ഇപ്പോൾ ലെവലായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കറക്റ്റ് ഇപ്പോൾ വർക്കിങ് നോക്കി കണ്ടോ, സ്റ്റെപ്പായിട്ട് വർക്ക് കണ്ടോ, ഒരു കുഴപ്പമില്ല, നല്ല സ്മൂത്താണ്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് ഇത്രയും വർക്കിംഗ് ആണ്. ഇനി നമുക്കിത് കണക്ഷൻ ഇത് വർക്കാകുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കണം. ഇത് കണ്ടിന്യൂറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അതാദ്യം നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂറ്റി നമുക്ക് നോക്കാം. അപ്പം അതുകൊണ്ട് ഇത് അറ്റത്തോടാണ് തട്ടിയേക്കുന്നത്. അപ്പോൾ ഈ ഇവിടുന്ന് ശ്രദ്ധിച്ചോണം. ഇവിടെ വരും കണ്ടോ, വർക്കിംഗ് ആണ്. നോക്കിയോ, കണ്ടോ. അതുപോലെ ഈ സൈഡും നോക്കാം, കണ്ടോ, എല്ലാം കണ്ടോ. ഇനി ഇവിടുന്ന് ഇവിടുന്നാണ് നമുക്ക് കണ്ടോ. എല്ലാം വർക്കിംഗ് ആണിത്. എല്ലാം പിന്നെ ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്കും
അറ്റത്താണ്. അപ്പോൾ ഇവിടെ നിന്നാണ് കണ്ടോ. അപ്പോൾ നമ്മുടെ ബാൻഡ് സ്വിച്ച് നല്ല സൂപ്പറായിട്ട് വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് വെച്ച് സോൾഡർ ചെയ്തിട്ട് കണക്ഷൻ കൊടുത്ത് വർക്കാക്കി നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത് നമുക്ക് ബാൻഡ് സ്വിച്ച് നമുക്ക് ഇതിനകത്തോട്ട് പിടിപ്പിക്കാൻ കൃത്യമായിട്ട് നോക്കണം. കണ്ടോ, ഇതിൻ്റെ കണക്ഷൻ കൃത്യമായിട്ട് തന്നെ നോക്കി ബ്ലൂടൂത്ത് പിടിപ്പിച്ചാൽ മാത്രം മതി. വളരെ സിമ്പിളാണ്. ഇപ്പം മിക്കവാറും എനിക്ക് അറിയാവുന്ന ഒരു അനുഭവം വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ മിക്കവാറും ഉള്ള റേഡിയോയ്ക്കെല്ലാം പ്രശ്നം കൂടുതലായിട്ട് വരുന്നത് ബാൻഡ് സ്വിച്ച് കംപ്ലൈൻ്റാണ്. പിന്നെ സോൾഡറിങ് എല്ലാം പൊടിഞ്ഞ് വളരെ ചുരുക്കം ചില കാര്യങ്ങളിൽ മാത്രമേ ഉള്ളൂ ഈ IC ഒക്കെ പോകുന്നത്. എങ്കിലും കണ്ടോ, അപ്പോൾ എത്ര സോഫ്റ്റാന്ന് നോക്കി കണ്ടോ. അപ്പോൾ ഈ ഗ്രീസ് ഇട്ട് കൊടുക്കുന്നതിൻ്റെ ഗുണം മനസ്സിലായില്ലേ. അപ്പോൾ ഇത് നമുക്കിനി കണക്ഷൻ കൊടുത്തിട്ട് ഓണാക്കി നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഭാഗം, അതായത് മെറ്റൽ ബോഡി വേണം ഫസ്റ്റ് സോൾഡർ ചെയ്യാനായിട്ട്. അപ്പോൾ അത് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. അപ്പോൾ നമ്മൾ സ്പീക്കർ കണക്ഷൻ കൊടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ സ്പീക്കർ കണക്ഷൻ നെഗറ്റീവ് ഉണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ചില സ്പീക്കറിനകത്തൊക്കെ ഈ നെഗറ്റീവ് വശം ബോഡിയായിട്ട് ടച്ച് ഉണ്ട്. അപ്പോൾ അങ്ങനെ ആ നെഗറ്റീവ് വശം തന്നെ നമ്മൾ സ്പീക്കറിലോട്ട് കണക്ട് ചെയ്യാൻ വളരെ ശ്രദ്ധിക്കണം. പിന്നെ അതുമാത്രമല്ല, ഈ സ്പീക്കറിനും പോസിറ്റീവ് നെഗറ്റീവ് വശമുണ്ട്. പോസിറ്റീവ് വശമുണ്ട്, നെഗറ്റീവ് വശമുണ്ട്. അത് നമ്മൾ സാധാരണ ഒരു ബാറ്ററി വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ നെഗറ്റീവ് വശവും പോസിറ്റീവ് വശവും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ സ്പീക്കർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. കണ്ടീഷൻ എങ്ങനെയാണ്, ഓണായിട്ടുണ്ട്. റേഡിയോ ഒന്നും വർക്കാകുന്നില്ല, കാരണം ബാൻഡ് സ്വിച്ച് ക്ലീൻ ആക്കിയിട്ടും വർക്കാം. അപ്പോൾ നമുക്കിന്ന് കൃത്യമായിട്ട് പരിശോധിക്കണം. ഇനി കമ്പോണൻറ്റുകൾ ഒന്നാൽ തുരുമ്പാണല്ലോ, ഇതെല്ലാം തുരുമ്പെടുത്തിരിക്കുകയാണ് കമ്പോണൻ്റ് ലെഗെല്ലാം. അതുപോലെ തന്നെ പിന്നെ സോൾഡറിങ് എല്ലാം കറുത്തിരിപ്പുണ്ട്. അപ്പോൾ അതേതാണെന്ന് നോക്കണം നമുക്ക്. അപ്പോൾ ഓഡിയോ സെക്ഷൻ നല്ലപോലെ വർക്കാകുന്നുണ്ട്. ഇനി മറ്റു നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ബാൻഡ് സ്വിച്ച് നമ്മൾ ശരിയാക്കിയിട്ടു. പക്ഷേ ശബ്ദം ഒന്നും വലിയ രീതിയിൽ വരുന്നില്ല, FM-ലോ ഷോർട്ട് വേവിലോ. കാരണം നമ്മളിത് മൊത്തത്തിലൊന്ന് സോൾഡർ ചെയ്തല്ലോ. അപ്പോൾ അതാണ് സംഭവം. അപ്പം ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബോർഡ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അല്ല, സോൾഡറിങ് മിക്കതും കറുത്താണ് ഇരിക്കുന്നത്. നമ്മൾ കുറേയൊക്കെ സോൾഡർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സോൾഡർ ചെയ്തെടുത്ത് ഈ കാലെല്ലാം തുരുമ്പാണ്. അപ്പോൾ എവിടെയോ കണക്ഷൻ കറക്റ്റ് ആകാത്തതുകൊണ്ടാണ്. അപ്പം നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, ഈ ബ്ലഡ് ഈ കറുത്ത് കാണുന്ന അത് പൊടിഞ്ഞിരിക്കുകയാണ്. അതൊക്കെ കുറേ നമുക്ക് കളയാം. എന്നിട്ട് രണ്ടാമത് അവിടെ സോൾഡർ ചെയ്യണം. എങ്കിൽ മാത്രം അതുകൊണ്ട് ഈ ഐസിയുടെ കാലിൻ്റെ അവിടെയൊക്കെ വളരെ മോശമായിട്ടാണ്, അത് കറക്റ്റ് കണ്ടിന്യൂറ്റി പോലും കിട്ടത്തില്ല. അപ്പം നമുക്കത് കൃത്യമായിട്ട് ഒന്നുകൂടെ സോൾഡർ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് പിന്നെ പോയ കമ്പോണൻറ്റുകളെല്ലാം തന്നെ മാറണം. ഓക്കെ ഫ്രണ്ട്സ്, ഓക്കെ, ഈ കപ്പാസിറ്ററൊക്കെ പോയിരിക്കുകയാണ്. അത് എത്ര PF ആണ്, അതെല്ലാം കംപ്ലൈൻ്റ് ആണ്. നമ്മുടെ മിക്കവാറും ഉള്ള സാധനങ്ങളുടെ ഈ റെസിസ്റ്ററൊക്കെ കണ്ടോ, ഇതെല്ലാം പോയിരിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം ഉള്ള കമ്പോണൻറ്റുകളെല്ലാം തന്നെ നമുക്കുള്ളതെല്ലാം മാറിയിടാറുണ്ട്. ഇതെല്ലാം പോയിരിക്കുക. അപ്പോൾ ഈ റെസിസ്റ്റർ, കപ്പാസിറ്റർ ഇതെല്ലാം നമുക്ക് മാറ്റേണ്ടതുണ്ട്. കണ്ടോ. അപ്പോൾ ആദ്യം തന്നെ ഈ സെക്ഷനിൽ അത് കൃത്യമായിട്ട് നമ്മുടെ സർക്യൂട്ടും കാര്യങ്ങളും ഒന്നും മനസ്സിലാക്കിയിട്ട്, ഇത് IC എന്ന് പറയുമ്പം CD 2003 എല്ലാവർക്കും സുപരിചിതമായ IC ആണ്. അതാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് സോൾഡർ ചെയ്യണം. അതുപോലെ പോയ കമ്പോണൻറ്റുകളൊക്കെ നമുക്ക് മാറ്റിയിടുകയും വേണം. ആദ്യം നമുക്ക് ഇതിനകത്ത് റെസിസ്റ്റർ എല്ലാം മാറ്റിയിടാം, ഓരോന്നോരോന്നായിട്ട്. അതിനുശേഷം കപ്പാസിറ്റർ മാറ്റിയിടാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇതേണ്ട
കമ്പോണൻറ്റുകളെല്ലാം തന്നെ മാറ്റിയിട്ടുണ്ട്. പുതിയ പഴയത് ആ തുരുമ്പെടുത്തെല്ലാം മാറ്റി കംപ്ലീറ്റ്. കുറേ ഉണ്ടായിരുന്നു, കുറേയേറെ ഞാനതെല്ലാം ഒതുക്കി പെറുക്കി മാറ്റി വെച്ചേക്കുന്നു. കുറേയേറെ ഉണ്ടായിരുന്നു, എല്ലാം പൊടിഞ്ഞു പോയി. ഇതുണ്ട്, കാണുമ്പോൾ അറിയാം ഇതെല്ലാം നശിച്ചു പോയതാണ്. അറിയത് മൊത്തം മാറി നമ്മൾ പുതിയത് ഇട്ടിട്ടുണ്ട്. എല്ലാം ഇതിനകത്തുള്ള കപ്പാസിറ്റർ എല്ലാം മാറി. ഓരോ റെസിസ്റ്ററും നമ്മൾ പുതിയതാണ് എടുത്തിട്ടേക്കുന്നത്. അപ്പോൾ നമുക്കിനി ആദ്യം ചെയ്യേണ്ടത്, ഞാൻ ഐ സി പിടിപ്പിച്ചിട്ടില്ല, ഇനി മെയിൻ ഐ സി ഞാൻ പിടിപ്പിച്ചിട്ടില്ല. ആദ്യം ഓഡിയോ സെക്ഷൻ ഒന്ന് പിന്നെ വർക്കിംഗ് ഉണ്ടെന്ന് നോക്കാം. അതിനുശേഷം മറ്റേ മെയിൻ ഐ സി നമുക്ക് പിടിപ്പിക്കുക. പിന്നെ ഇത് നല്ലപോലെ ടിന്നറിനകത്തിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്ത് സോൾഡറിങ് എല്ലാം കഴിഞ്ഞ ശേഷം. അപ്പം നമ്മൾ നേരത്തെ പുതിയതായിട്ട് ചെയ്തതാണെന്നൊന്നും അറിയത്തില്ല, പഴയ ആ രീതിയിൽ തന്നെ കിട്ടും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇത് നമ്മുടെ കസ്റ്റമർ വിചാരിക്കും ഇതിനകത്ത് തൊട്ടിട്ടില്ലെന്ന് വിചാരിക്കും. കാരണം എന്ന് വെച്ചാൽ സോൾഡറിങ് എല്ലാം കമ്പനിയിൽ നിന്ന് എങ്ങനെ കിട്ടുന്ന ആ രീതിയിലോട്ട് മാറും. കാരണം വെച്ചാൽ നല്ലപോലെ തിളങ്ങുന്ന അവസ്ഥ അങ്ങ് മാറും. കാരണം നമ്മൾ ഈ ടിന്നറിട്ടാണ് തുടയ്ക്കുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു മങ്ങൽ വരും. അതുപോലെ PCB ഒക്കെ നല്ല ക്ലീൻ ആവുകയും ചെളിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല വൃത്തിയാവുകയൊക്കെ ചെയ്യും. അപ്പോൾ നമുക്കിനി ആദ്യം ഓഡിയോ ആംപ്ലിഫയർ സെക്ഷനും പരിശോധിച്ച് നോക്കാം എങ്ങനെയുണ്ട് വർക്കിംഗ് എന്നുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ റേഡിയോയ്ക്കകത്ത് നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആംപ്ലിഫയർ സെക്ഷൻ വർക്ക് ചെയ്യുന്നത് നോക്കാം. അതിൽ നമുക്ക് ആംപ്ലിഫയർ ചെക്ക് ചെയ്യാണ്ട് രണ്ട് തരത്തിൽ ചെക്ക് ചെയ്യാൻ പറ്റും. സാധാരണഗതിയിൽ നമുക്ക് ഈ മൾട്ടിമീറ്റർ വെച്ചിട്ട് അതിനകത്ത് സിഗ്നൽ ജനറേറ്റർ ഉണ്ട്. ഒരു ഓഡിയോ ഫ്രീക്വൻസിയിൽ ഓസിലേറ്റ് ചെയ്യുന്നൊരു സിഗ്നൽ നമുക്ക് ഇതിനകത്തോട്ട് ഇഞ്ചെക്റ്റ് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇതുണ്ട് ഈ കപ്പാസിറ്റർ ഈ സോൾഡറിങ് ഗൺ വെച്ച് നമുക്ക് ചെയ്യാം. അത് ഈ നമ്മുടെ ഈ ICയുടെ ഒന്നാമത്തെ പിന്നാണ്. ഒന്നാമത്തെ പിന്ന് ഇതിലോട്ടാണ് അതിൻ്റെ ഇൻപുട്ട് പോകുന്നത്. അതായത് ഇവിടെ കണ്ടോ, സൗണ്ട് കേൾക്കാൻ പറ്റും, കണ്ടോ. അപ്പം ഓഡിയോ സെക്ഷൻ വർക്കിംഗ് ആണ്, നല്ല ഭംഗിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് മൾട്ടിമീറ്റർ വെച്ചിട്ട് നമുക്ക് പരിശോധിച്ച് നോക്കാം. മൾട്ടിമീറ്റർ എടുക്കുക, നമ്മൾ ആ സിഗ്നൽ വരുന്ന ആ ഇതിലോട്ട് മാറ്റുക. ഇതൊരു സ്ക്വയർ വേവ് ആണ്. നെഗറ്റീവ് പ്രോബ് നമ്മൾ ഇതിന് നെഗറ്റീവ് തന്നെ കൊടുക്കണം. അത് ഇതിവിടായിട്ട് വരും നെഗറ്റീവ്. പിന്നെ അതിനുശേഷം ഒന്നാമത്തെ പിന്നിൽ നിന്ന് കണ്ടോ, ആ സ്ക്വയർ വേവ് ആയതുകൊണ്ടാണ് ആ സൗണ്ട് കേൾക്കുന്നത്. കണ്ടോ, നോക്കിക്കോളാം. കണ്ടോ, അപ്പം ഓഡിയോ സെക്ഷൻ നല്ല ഭംഗിയായിട്ട് തന്നെ വർക്ക് ആകുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ വേണം നമ്മൾ ടെസ്റ്റ് ചെയ്യാനായിട്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വേണ്ട ഈ IC നമുക്ക് ഇതിലോട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ അതിനുശേഷം ഇത് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചു കൊടുക്കുക. ഇതാണ് ഒന്നാമത്തെ പിന്ന്, ഡോട്ട് കാണുന്നത്. ആ ഒന്നാമത്തെ പിന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തെ പിന്ന് കാണാൻ പറ്റുമായിരിക്കും, കണ്ടോ, ഒന്നൊന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ നേരെ തന്നെ വേണം നമ്മൾ സോൾഡർ ചെയ്യാണ്ട്. ഈ നമ്മൾ പിടിപ്പിക്കുമ്പോൾ ഈ IC SMD മോഡൽ IC നമ്മൾ പിടിപ്പിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. അതിൻ്റെ കാലുകൾ ഏത് IC SMD ആയാലും മറ്റായാലും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് സോൾഡറിങ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, നല്ല പോലെ നമ്മുടെ റേഡിയോ വർക്കാകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്തായിരുന്നു ഞാൻ നേരത്തെ കാണിച്ചിരുന്നല്ലോ. ബാൻഡ് സ്വിച്ച് കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു, അത് നമ്മൾ ശരി മാറ്റി. പിന്നെ ഈ കമ്പോണൻ്റ് എല്ലാം തന്നെ പൊടിഞ്ഞു പോയിരുന്നു. അതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞത്. പൊടിഞ്ഞു പോയ കമ്പോണൻറ്റുകളെല്ലാം തന്നെ മാറ്റിയില്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അത് കംപ്ലൈൻ്റ് ആവും. അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം കപ്പാസിറ്ററെല്ലാം ഓഡിയോ സെക്ഷനിലെ RF സെക്ഷനിലെ എല്ലാം കപ്പാസിറ്ററുകളും ഡിസ്ക് കപ്പാസിറ്റർ റെസിസ്റ്റർ എല്ലാം നമ്മൾ മാറ്റിയിട്ടുണ്ട്. കോയിലുകൾ മാത്രം നമ്മൾ മാറ്റിയില്ല, കാരണം അതിന് വലിയ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. അതുകൊണ്ട് നമ്മളത് മാറ്റിയിട്ടില്ല. അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെ മാറ്റാൻ നേരത്ത് നമ്മൾ ഇതുപോലെ കണ്ടേ, ഈ സൈഡൊക്കെ നോക്കാം, കണ്ടോ. നമ്മൾ ഇതേപോലൊക്കെ ചെയ്യുന്ന സമയത്ത് പിന്നെ ഈ ICയുടെ കണക്ഷനെ പറ്റി നമ്മളൊരു ഏകദേശ ധാരണ വേണം. ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ ഒന്നും ഈ കപ്പാസിറ്ററിൻ്റെ ഒന്നും നമുക്ക് ഏതാണ് വാല്യൂ എന്ന് പോലും നമുക്കറിയത്തില്ലായിരുന്നു. ചിലതിൻ്റെയൊക്കെ നമ്മൾ അതുകൊണ്ട് ആ സർക്യൂട്ടുകളെ പറ്റി നല്ല ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കമ്പോണൻ്റ് എല്ലാം തന്നെ മാറിയിടാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഈ IC എന്ന് പറയുമ്പോഴത്തേക്കും
CD 2003 GP എന്ന് പറഞ്ഞ IC ആണ്. അത് പിന്നെ 2003 മിക്കവാറും എല്ലാവർക്കും അറിയാവുന്നതാണ്. വേണ്ടേ, ഇതാണ് അതിൻ്റെ കണക്ഷൻ എന്ന് പറയുന്നത്. ഇത് 6ാമത്തെ പിന്നാണ് അതിന് പോസിറ്റീവ് വരുന്നത്. അതേപോലെ തന്നെ ഈ പോസിറ്റീവ് തന്നെയാണ് നമ്മുടെ FM-ന് AM-നും സ്വിച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. പിന്നെ AM-ഉം ഷോർട്ട് വേവും, അതായത് മീഡിയം വേവും ഷോർട്ട് വേവും ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത്രയും വലിയ ബാൻഡ് സ്വിച്ചിൻ്റെ ആവശ്യം. കാരണം ഇതിൻ്റെ ഈ AM-ലോട്ട് മാറ്റുമ്പോൾ AM-ൻ്റെ ഓസിലേറ്റർ കോയിലും അതുപോലെ ആൻറ്റിന കോയിലും ഒക്കെ സ്വിച്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുപോലെ ഷോർട്ട് വേവിലോട്ട് മാറ്റുമ്പോൾ ഷോർട്ട് വേവിൻ്റെ സ്വിച്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇതിൽ രണ്ടും പൊതുവിൽ നമ്മൾ AM എന്ന് തന്നെ പറയാം, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് തന്നെ പറയാം. കണ്ടോ, ഇത് 16ാമത്തെ പിന്നാണ് AM ആൻറ്റിന. അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് നമുക്ക് കണക്ഷനൊക്കെ കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിൻ്റെ 16ാമത്തെ പിന്നാണ് AM-ൻ്റെ ആൻറ്റിന കൊടുക്കുന്നത്. അതുപോലെ FM-ൻ്റെ ആൻറ്റിന കോയിൽ, അതായത് ഇത് വരും, ഇവിടെ ആയിട്ട് വരും FM-ൻ്റെ. അതും ഈ പറഞ്ഞ പോലെ 15ാമത്തെ പിന്നാണ്. പിന്നെ 14ാമത്തെ പിന്നാണ് AM/FM സ്വിച്ചിങ്. അതുപോലെ 13ാമത്തെ പിന്നാണ് FM-ൻ്റെ ഓസിലേറ്റർ കോയിൽ. അതായത് ഇതാണ് ഓസിലേറ്റർ, FM-ൻ്റെ ഓസിലേറ്റർ കോയിൽ. അത് ഈ IC-യുടെ പിന്നെ 13ാമത്തെ പിന്നായിട്ട് വരും. അതുപോലെ തന്നെ 12ാമത്തെ പിന്നാണ് AM-ൻ്റെ ഓസിലേറ്റർ. AM-ൻ്റെ ഓസിലേറ്റർ എന്ന് പറയുന്നത് ഇതാണ്, ഈ റെഡ് കളറിലെയാണ് AM-ൻ്റെ ഓസിലേറ്റർ. ഇത് ഷോർട്ട് വേവിൻ്റെ ഓസിലേറ്റർ കോയിലാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ സ്വിച്ച് വഴിയാണ് ഇതിലോട്ട് ഓസിലേറ്റർ സ്വിച്ച് ചെയ്യുന്നത്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ 11ാമത്തെ പിന്നിലാണ് ഔട്ട്പുട്ട് വരുന്നത്. ഈ റെസിസ്റ്റർ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഓഡിയോ ആംപ്ലിഫയറിൻ്റെ ഇമ്പിഡൻസുമായിട്ട് ഏകദേശം ഒന്ന് മാച്ചിങ് ആക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. കാരണം ഇതിൻ്റെ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് വളരെ കുറവാണ് ഈ IC-യുടെ ഓഡിയോയുടെ ഔട്ട്പുട്ടിൻ്റെ ഇമ്പിഡൻസ്. അപ്പം ഒത്തിരി ഔട്ട്പുട്ട് ഇമ്പിഡൻസ് വളരെ കുറഞ്ഞു കഴിഞ്ഞാലും കുഴപ്പമാണ്. അപ്പോൾ ഓഡിയോ അത്ര നമുക്ക് ക്വാളിറ്റിയിൽ കേൾക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അതിനാണ് നമ്മൾ റെസിസ്റ്റർ ഇട്ട് കൊടുത്തിട്ട് ഈ ഓഡിയോ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ട് ഇമ്പിഡൻസുമായിട്ട് ഏകദേശം കുറഞ്ഞിരിക്കണം, കൂടാൻ പാടില്ല, ഏകദേശം ഒത്തിരി കുറയാനും പാടില്ല, ആ ലെവലിലോട്ട് മാറ്റിയേക്കുന്നത്. പിന്നെ വന്നിട്ട് ഈ കപ്പാസിറ്റർ ഇട്ടേക്കുന്നത് ഇതിൻ്റെ ഓഡിയോ ഔട്ട്പുട്ടിൽ വരുന്ന RF സിഗ്നലൊക്കെ ചെറുതായിട്ട് വരും. അപ്പോൾ അതിനൊക്കെ എർത്ത് കളയാൻ വേണ്ടിയിട്ടാണ് ഈ കപ്പാസിറ്റർ, ഡിസ്ക് കപ്പാസിറ്റർ കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ ആ ഒരു കപ്പാസിറ്റർ വഴി ഓഡിയോ ഔട്ട്പുട്ട് എടുക്കുന്നു. അത് നേരെ നമ്മുടെ ഇതാണ് ഇതിൻ്റെ ഓഡിയോ ആംപ്ലിഫയർ. ഈ ആംപ്ലിഫയറിലിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് കണ്ട ഈ കപ്പാസിറ്ററാണ് അതിൻ്റെ ഇൻപുട്ട്. അടുത്തത് കണ്ടേ, ഇത് പിന്നെ FM-ൻ്റെ ക്രിസ്റ്റലാണ്. അപ്പോൾ ഇതാണ് ഇവിടെ ഓഡിയോ വേർതിരിച്ചെടുക്കുന്നത് FM-ൻ്റെ. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ FM ഔട്ട്. ഇത് 2ാമത്തെ പിന്നെ എർത്താണ്. FM-ൻ്റെ ഇൻപുട്ട് അത് 1ാമത്തെ. ഈ പ്രത്യേകം ശ്രദ്ധിച്ചോളാം, ഈ IC-യുടെ FM-ൻ്റെ 1ാമത്തെ പിന്നിലാണ് ഇൻപുട്ട് വരുന്നത്. അതായത് നമ്മുടെ കാണിച്ചു തരാം, വേണ്ടേ, ഇതാണ് അതിൻ്റെ ബാൻഡ് പാസ് ഫിൽട്ടർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അനുവദിച്ചാൽ നമ്മുടെ FM ബാൻഡിന് വേണ്ടി മാത്രം രൂപകൽപ്പന ചെയ്തിട്ടേക്കുന്നതാണിത്. അപ്പോൾ അതിൻ്റെ കണക്ഷൻ വരുന്നത് ഈ IC-യുടെ 1ാമത്തെ പിന്നിൽ നിന്നാണ്. പിന്നെ 2ാമത്തെ പിന്നെ എർത്താണ്. പിന്നെ 3ാമത്തെ പിന്നെ FM ഔട്ട്, അതായത് നമ്മുടെ FM-ൻ്റെ IF ഔട്ടാണിത്. IF ഔട്ട് എന്ന് പറയുമ്പോൾ 10.7 MHz ആണ് അതിൻ്റെ ഇത്. അപ്പോൾ അതിൻ്റെ ഒരു സെറാമിക് ഫിൽട്ടർ ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. അത് വേണ്ട കാണിച്ചു തരാം. വേണ്ട, ഇതാണ് അതിൻ്റെ ഫിൽട്ടർ എന്ന് പറയുന്നത്. അതിലോട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് വന്നിട്ട് ഈ ഫിൽട്ടറിൻ്റെ ഔട്ട്പുട്ട് ഇതിലോട്ട് കാണും, FM-in 8ാമത്തെ പിന്നിലോട്ട് കൊടുക്കും. അതുപോലെ ഇത് AM-ൻ്റെ ഔട്ടാണ്, അതായത് IF ഔട്ടാണ് AM-ൻ്റെ. അത് നമ്മൾ സെറാമിക് ഫിൽട്ടർ വഴി നേരെ 7ാമത്തെ പിന്നിലോട്ട് കണക്ട് ചെയ്യും. അത് ഇതാണ് സെറാമിക് ഫിൽട്ടർ AM-ൻ്റെ. അപ്പം ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പം ഇത്രയും നമ്മൾ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പം സർവീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ മറക്കാതെ എനേബിളും ചെയ്യുക.